ആ വിധത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ മാറുക എന്നുള്ളതാണ്. ദീനുണ്ട്, പക്ഷെ ആ ദീൻ കല്യാണത്തിനുണ്ടാവണം, പള്ളിയിലുണ്ടാവണം, പള്ളി കമ്മിറ്റിയിലുണ്ടാവണം, രാഷ്ട്രീയത്തിലുണ്ടാവണം, രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാവണം. രാഷ്ട്രീയത്തിൽ ദീനുണ്ടാവണ്ടേ? അല്ലേ? വിവാദമാവോ? എവിടെ പോയില്ല. ദീൻ പറയാനല്ലേ നമ്മളെ അള്ളാഹു നിയോഗിച്ചത്. ആ ദീൻ രാഷ്ട്രീയത്തിലും വേണം. പടച്ചവൻ നമ്മളെ നിയോഗിച്ചത് എന്തിനാണ്? അവന്റെ ദീനിനെ പറയാനാണ്. ചില ആളുകൾ പറയുന്നുണ്ട് ദീനില്ല, ദീൻ വേണ്ട, മതം വേണ്ട. രാഷ്ട്രീയത്തിൽ മതം ഇടപെട്ട ഒരു കാലമുണ്ട്. ഏതോ ഒരു ടീച്ചർ അവരങ്ങനെ വിളിക്കാൻ തന്നെ ഈ നാമിന് നാണക്കേടാണ്. ഇവിടെ അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിലും ആധാർ കാർഡ് ഉണ്ടെങ്കിലും അയാൾ ഇന്ത്യൻ പൗരനാണെങ്കിലും അയാൾ മുഖ്യമന്ത്രിയാവാൻ പാടില്ല, മുസ്ലിം മുഖ്യമന്ത്രിയാവാൻ പാടില്ല. എന്താ കുഴപ്പം? നായർക്കാകാമെങ്കിൽ, ഈഴവനാകാമെങ്കിൽ, ഹിന്ദുവിനാകാമെങ്കിൽ, ക്രിസ്ത്യാനിക്കാകാമെങ്കിൽ, മുസ്ലിമിനുമാവാം. എന്തുകൊണ്ട്? അവർ ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട്. എല്ലാവർക്കും ആകാമെങ്കിൽ പിന്നെ നമുക്ക് ആവാതിരിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? CH മുഖ്യമന്ത്രിയായ കാലത്ത് കേരളം ഒലിച്ചു പോയി അറബിക്കടലിലൂടെ. എന്തുകൊണ്ടാവാൻ പാടില്ല? രാഷ്ട്രീയം മതത്തിലിറങ്ങിയ, മതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു കാലമുണ്ട്. ആ കാലത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇസ്ലാമിക ലോകത്തിനെതിരെ കലാപം ഉയർത്തിയവർക്കെതിരെ പ്രതിരോധത്തിന് സമരം പോകുമ്പോൾ ആ കൂട്ടത്തിൽ 19 വയസ്സുള്ള ഉസാമയുടെ പുറകിൽ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമുള്ള ആദ്യത്തെ സേനാധിപനാരാ? 17 വയസ്സുള്ള ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. +2 പ്രായം കഴിഞ്ഞതേ ഉള്ളൂ. 17 വയസ്സുകാരനെ നേതാവായി തെരഞ്ഞെടുത്തു. നിമിഷം കൊണ്ട് 5 ദിവസമൊന്നും വേണ്ടി വന്നില്ല, 6 ദിവസവും വേണ്ടി വന്നില്ല. 17 വയസ്സുകാരനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ആ കാലത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അദ്ദേഹത്തെ സേനാനായകനാക്കി. പുറകിൽ നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും പവിത്രതയുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന്റെ പുറകിൽ മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഒരാളെ നേതൃത്വം ഏൽപ്പിക്കുന്ന കാര്യത്തിൽ അവിടെ വേറെ യാതൊരുവിധ മാനദണ്ഡങ്ങളുമില്ല, സീനിയോറിറ്റി ഇല്ല. നിങ്ങൾ ഇതിനെ പുതിയ കാലത്തെ സംഭവമായിട്ട് കൂട്ടി വായിക്കൊന്നും വേണ്ട. ഞാൻ ഇതുമായിട്ട് അതിനെ പറയുകയാണ്. അതിപ്പോ എന്തേലും ആട്ടെ, നമുക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടിയാൽ മതി. ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ദുആ ഇപ്പൊ അതാണ്, പടച്ചോനെ ഉടനെ കിട്ടിയാൽ മതി. നമ്മളിപ്പോ ഒരു നാഥനില്ല നടക്കുകയാണ്. എങ്ങനെയും ഏതെങ്കിലും ഒന്നിനെ പടച്ചോനെ ഞങ്ങൾക്ക് തരണേ എന്നുള്ള ഒരു ദുആയേ ഉള്ളൂ. ഇല്ല പിന്നെ നമ്മുടെ നാടെങ്ങനെ മുമ്പോട്ടു കിട്ടുമായിരിക്കുമല്ലേ? ഞാൻ ആരെയും പ്രതിനിധീകരിച്ചു അല്ലാതെ ഒന്നും പറയല്ല. പക്ഷേ എല്ലാത്തിലും വലുത് ജനമാണ്, എല്ലാത്തിലും അപ്പുറം പൗരനാണ്. ആ പൗരന്റെ അവകാശത്തെ, അവന്റെ ജനാധിപത്യ ബോധ്യത്തെ, അവന്റെ ജനാധിപത്യപരമായ അവകാശത്തെ എപ്പോഴും എല്ലാവരും വില കൊടുക്കണം, വില മതിക്കണം എന്നതാണ് ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. പൗരനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ചീഫ് മിനിസ്റ്ററാക്കി. പുറകില് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു നിന്നു. യഥാർത്ഥത്തിൽ ആവേണ്ടതാരാ? സീനിയോറിറ്റി പ്രകാരം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 17 വയസ്സുള്ള ഉസാമയുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ഉസാമ, എല്ലാവരെയും കൊണ്ട് നീ മദീനയിൽ നിന്ന് പോയാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ എനിക്കൊന്ന് വിട്ടുതരണം. ആരാണ് പറയുന്നത്? രാജ്യത്തിന്റെ ഖലീഫ, രാജ്യത്തിന്റെ മുഖ്യമന്ത്രി ഖലീഫ സേനാധിപനായ 17 വയസ്സുകാരനോട് യാചിക്കുന്നുണ്ട്, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ എനിക്കൊന്ന് വിട്ടുതരുമോ? കാരണം ഫാറൂഖ് റളിയല്ലാഹു തആല മദീനയുടെ ചീഫ് ജസ്റ്റിസ് ആണ്.
ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനയുടെ ചീഫ് ജസ്റ്റിസ് ആയപ്പോൾ കേട്ടോളൂ ഈ ചരിത്രം. രാഷ്ട്രീയത്തിലും മതം ഇടപെടുകയും ആ മതത്തിന്റെ തലങ്ങളിലൂടെ രാഷ്ട്രീയം നടന്നു പോവുകയും ചെയ്ത കാലത്തിന്റെ ഛേദോഹരമായ ഒരു ചരിത്രത്തെ കേൾക്കണമെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. 2 വർഷക്കാലം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുപ്രീം കോടതിയുടെ. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, മുഖ്യമന്ത്രിയോട് പറഞ്ഞു, എന്റെ സ്ഥാനത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം, ഞാൻ രാജിവെക്കുകയാണ്. എന്താണ് കാരണം? പടലപ്പിണക്കങ്ങളല്ല, അവകാശവാദങ്ങളല്ല. എന്തേ ഫാറൂഖെ രാജിവെക്കുന്നത്? കഴിഞ്ഞ 2 വർഷക്കാലമായി മദീനയുടെ ജഡ്ജിയായി, ചീഫ് ജസ്റ്റിസായി ഞാൻ നിന്നിട്ട് ഇതേവരെ പരാതിയുമായിട്ടൊരു വാദിയോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഒരു പ്രതിയോ 2 വർഷമായിട്ട് എന്റെ മുമ്പിൽ ഒരൊറ്റ കേസ് പോലും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ശമ്പളവും സൗകര്യവും അനാവശ്യ ചെലവാണ്. അതുകൊണ്ട് എന്നെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് മാറ്റിത്തരണമെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. ആരോടാണ്? അതേവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അരയിൽ കിടക്കുന്ന വാളിന്റെ മൂർച്ച നോക്കാൻ കഴുത്തിൽ വെട്ടിച്ചേർത്തിരുന്ന, തൊട്ടടുത്ത് കിടക്കുന്ന പെണ്ണിന്റെ മേൽ പടർന്നു കയറിയ, മദ്യത്തിന്റെ പേരിൽ വഴക്കുകൾ കൂടിയ, യുദ്ധം ഒരു ഹോബിയാക്കി മാറ്റിയ കാട്ടാളന്മാർ മതം അവരുടെ രാഷ്ട്രീയത്തിലേക്ക് ഇടപെട്ടപ്പോൾ, ആ മതത്തിന്റെ സൗന്ദര്യം ഇടപെട്ടപ്പോൾ 2 വർഷക്കാലം ഒരു കേസ് പോലും ഇല്ലാതെ മദീനയിലെ കോടതിയുടെ വാതിൽ അടഞ്ഞു കിടന്ന ചരിത്രമുണ്ടായത് മതം രാഷ്ട്രീയത്തിൽ ഇടപെട്ടപ്പോഴാണ്, മതത്തിന്റെ സൗന്ദര്യം കൊണ്ടാണ്. അതുകൊണ്ട് ശശികല ടീച്ചറോട് പറയാനുള്ളത്, ഈ അടുത്തോടെയാണല്ലോ പറയാനുള്ളത്, ഇസ്ലാം അതിന്റെ സൗന്ദര്യത്തോടെ ഇടപെടുമ്പോൾ ഈ ലോകത്ത് കലാപങ്ങളില്ല, മതസ്പർദ്ധകളില്ല. ഇസ്ലാമിന്റെ സൗന്ദര്യം അതാണ്, മനുഷ്യനെ ചേർത്തു പിടിക്കുന്ന ദർശനമാണത്. മതം രാഷ്ട്രീയത്തിൽ ഇടപെട്ട സമയത്താണ് ഒരു മനുഷ്യൻ അറിയാതെ ഒരു പെണ്ണുമായി വ്യഭിചരിച്ചു പോയി. ആ സമയത്തും മതം രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ സൗന്ദര്യം, രാഷ്ട്രീയത്തിൽ ഇടപെട്ട ഒരു കാലത്തിന്റെ തിരിച്ചറിവിന്റെ വെളിച്ചമറിയണമെങ്കിൽ പട്ടാപ്പകലെ സഞ്ചരിച്ചു പോകുന്ന ട്രെയിനിൽ അച്ഛന്റെയും അമ്മയുടെയും ചൂടടിച്ച് കിടക്കുന്ന 6 വയസ്സുകാരി പെണ്ണിനെ പട്ടാപ്പകൽ വെളിച്ചത്തിൽ തട്ടിയെടുത്തു കൊണ്ടുപോയി മാനഭംഗം ചെയ്യുമ്പോൾ കോട്ടയത്തുള്ള ആ പ്രിയപ്പെട്ട ഒരു സഹോദരി കണ്ടില്ലായിരുന്നുവെങ്കിൽ 6 വയസ്സുകാരിയുടെ മൃതദേഹം കാണേണ്ട ഒരു ദുരവസ്ഥയിൽ കേരളത്തിന്റെ ഇന്നത്തെ പുലരി മാറുമായിരുന്നെങ്കിൽ, പട്ടാപ്പകൽ ഈ അഭ്യസ്ത വിദ്യരുടെ കാലം, സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ സ്വായത്തമാക്കിയ കാലം, മനുഷ്യൻ ചൊവ്വയിലേക്കും പാത്ത് ഫൈൻഡറും സോജർണറും അയച്ചിട്ട് ചന്ദ്രനിൽ പോയി താമസിക്കാൻ നോക്കുന്ന കാലം, പുരോഗതിയുടെ കാലത്ത് 6 വയസ്സുള്ള ഒരു പെൺകൊടിക്ക് അവളുടെ അമ്മയുടെ ചാരത്ത് പട്ടാപ്പകൽ ഒരു ട്രെയിനിൽ കിടന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത കാലത്ത്, നിങ്ങൾ പറയുന്ന 6-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത ജനതയുടെ ഒരു കഥയുണ്ട്. അറിയാതെ 2 പേർ, ഒരാണും പെണ്ണും തമ്മിൽ ഒരു അഭിശബ്ദ നിമിഷത്തിൽ അവർ അറിയാതെ സ്പർശിച്ചു പോയി. അവർ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായി, ഒരാളും കണ്ടിട്ടില്ല. മദീനയുടെ പള്ളിയിൽ പ്രിയപ്പെട്ട പ്രവാചകൻ ഇരിക്കുമ്പോ ഓടി വന്നിട്ടൊരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഞാൻ വ്യഭിചരിച്ചു നബിയെ എന്ന്, എന്നെ കല്ലെറിഞ്ഞു കൊല്ലു നബിയെ എന്ന്. ഹബീബായ നബി തങ്ങളെ തിരിച്ചയക്കാൻ ശ്രമിക്കുമ്പോ കുറ്റബോധത്താൽ ശരീരം മുഖമിങ്ങനെ താഴ്ത്തി വെച്ച് പൊട്ടിക്കരഞ്ഞ്, അല്ല ഒരു പൈശാചിക നിമിഷത്തിൽ ഞാൻ വ്യഭിചരിച്ചു പോയി, എന്നെ കല്ലെറിഞ്ഞു കൊല്ലൂ എന്ന് പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത കാലത്ത്, ഒരു കാക്കി യൂണിഫോം ഇല്ലാത്ത കാലത്ത്, ഒരു പട്രോളിംഗ് സ്റ്റേഷൻ ഇല്ലാത്ത കാലത്ത്, പാതിരാത്രിയോ പകൽ വെളിച്ചത്തിലോ ഒരു പോലീസ് പോയിട്ട് ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാത്ത ഒരു കാലത്ത് താൻ ചെയ്തു പോയ പാപമേറ്റു പറഞ്ഞ് കല്ലുകൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി ശിരസ് പൊട്ടിത്തകർന്ന ഒരു മനുഷ്യന് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങിയ ചരിത്രം ലോകത്തുണ്ടെങ്കിൽ അത് ബോൾഷെവിക് വിപ്ലവത്തിലല്ല, അത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമല്ല, അത് ഫ്രഞ്ച് കലാപത്തിന് ശേഷമല്ല, ഒരു ദർശനത്തിന്റെ പുറകിലല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ മതം അതിന്റെ രാഷ്ട്രീയത്തിന്റെ സൗന്ദര്യത്തെ ലോകത്ത് പറഞ്ഞു കൊടുത്ത കാലത്താണ്, പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത കാലത്ത്, ഒരു FIR രജിസ്റ്റർ ചെയ്യാത്ത കാലത്ത്, തിരിച്ചു പ്രതികാരം ചോദിക്കാൻ ഒരാളില്ലാത്ത സ്ഥലത്ത്, ആ ചെറുപ്പക്കാരൻ മാത്രമല്ല, അല്പനേരം കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിയും വന്ന് എന്നെ എറിഞ്ഞു കൊല്ലൂ എന്ന് പറഞ്ഞ് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു ചരിത്രമുണ്ടെങ്കിൽ അത് മതവും രാഷ്ട്രീയവും ഒന്നായ ഒരു കാലത്തിന്റെ ചരിത്രമാണ്.